മോർച്ചറിയുടെ മുന്നിൽ വന്നു നിന്ന് നാടകം കളിക്കുമ്പോൾ മേയർ ആര്യ രാജേന്ദ്രൻ അറിയാതെ പോയി ചില കാര്യങ്ങളൊന്ന് ഓർമ്മിപ്പിക്കട്ടെ. റെയിൽവേ മാലിന്യം കനാലിൽ തള്ളുന്നില്ല. അഴുക്കുചാലുകൾ വൃത്തിയാക്കേണ്ടത് ജലസേചന വകുപ്പാണ്. മേയറുടെ വാദങ്ങൾ തള്ളി ഇപ്പോൾ റെയിൽവേ തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ആമയിഴഞ്ചാൻ തോട്ടിൽ കുടുങ്ങി മരിച്ച ശുചീകരണ തൊഴിലാളി ജോയിയുടെ വിയോഗത്തിൽ അനുശോചനം രേഖപ്പെടുത്തി റെയിൽവേ. ജോയിയുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി റെയിൽവേ അറിയിച്ചു. തോട്ടിലെ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ ഉയർത്തിയ വിമർശനങ്ങൾക്ക് റെയിൽവേ മറുപടിയും നൽകി. റെയിൽവേക്ക് സ്വന്തമായി മാലിന്യ നിർമ്മാർജ്ജന സംവിധാനമുണ്ട്. ട്രെയിനിൽ എത്തുന്ന യാത്രക്കാർ ഉപേക്ഷിക്കുന്ന മാലിന്യം കൃത്യമായി നീക്കം ചെയ്യുന്നുണ്ട് എന്നും റെയിൽവേ വാർത്താക്കുറിപ്പിലൂടെ വിശദീകരിച്ചു. റെയിൽവേ മാലിന്യം കനാലിൽ തള്ളുന്നില്ല. പ്രദേശത്ത് വെള്ളം കയറുന്നത് തടയാൻ മുൻവർഷങ്ങളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. റെയിൽവേയുടെ യാർഡിൽ നിന്നും പുറത്തേക്ക് വെള്ളം പോകുന്ന ഭാഗത്ത് പ്രകൃതിദത്തമായ തടസ്സങ്ങളുണ്ട്. ഇതിന്റെ സ്വഭാവം പ്രദേശത്ത് ചെളിയും മാലിന്യവും അടിഞ്ഞുകൂടാൻ കാരണമാകുന്നുവെന്നും റെയിൽവേ അറിയിച്ചു. എല്ലാ കനാലുകളും അഴുക്കുചാലുകളും വൃത്തിയാക്കേണ്ടത് ജലസേചന വകുപ്പിന്റെ ചുമതലയാണെന്ന് റെയിൽവേ വാദിക്കുന്നു. റെയിൽവേ പ്രദേശത്ത് മാലിന്യം എത്തുന്നത് തടയാൻ ക്രമീകരണങ്ങൾ ഉണ്ടാകണം. കനാലിനോട് ചേർന്ന് കൃത്യമായ വേലി കെട്ടുകയും CCTV സ്ഥാപിക്കുകയും വേണം. ഖരമാലിന്യം ശേഖരിക്കാൻ നഗരത്തിൽ സ്ഥലം ഒരുക്കണമെന്നും റെയിൽവേ പറയുന്നു. അതേസമയം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് രണ്ട് പേരുകളാണ്: ജിജി തോംസന്റെയും ബിജു പ്രഭാകറിന്റെയും. ജിജി തോംസനെ പോലൊരു ചീഫ് സെക്രട്ടറിയും ബിജു പ്രഭാകറിനെ പോലൊരു കലക്ടറും ഉദ്യോഗസ്ഥരെ മൂക്കുകയറിടാത്ത ഒരു സർക്കാരും ഉണ്ടായിരുന്നു എങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ആമയിഴഞ്ചാൻ തോടിന് ഒരു കാലത്തും ഈ ഗതി വരില്ലായിരുന്നു എന്ന് സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചകൾ സജീവമാണ്. ജിജി തോംസണും ബിജു പ്രഭാകറും ആമയിഴഞ്ചാൻ തോട് ശുചീകരിക്കാൻ എടുത്ത നടപടികൾ അതത്ര പെട്ടെന്നൊന്നും മറക്കാനാകില്ല. അതെല്ലാം ഓർമ്മപ്പെടുത്തിയാണ് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച സജീവമാകുന്നത്. ദുരന്ത നിവാരണ നിയമപ്രകാരം നടപടി സ്വീകരിക്കാമായിരുന്നു. എന്നിട്ടും ഭരണസിരാ കേന്ദ്രത്തിന് 1.5 കിലോമീറ്റർ അകലെയുള്ള ആമയിഴഞ്ചാൻ തോടിന്റെ ശുചീകരണത്തിന് സംസ്ഥാന സർക്കാർ ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല. ഓപ്പറേഷൻ അനന്ത തുടരാനും കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനും മാലിന്യം കൃത്യമായി നിർമ്മാർജ്ജനം ചെയ്യാനുമുള്ള നടപടികൾ ഉണ്ടായോ എന്ന് ചോദിച്ചാൽ അതും ഉണ്ടായില്ല. ദുരന്ത മുന്നൊരുക്ക പ്രതിരോധ ലഘൂകരണ പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ ദുരന്ത നിവാരണ നിയമം 2005 എന്നൊന്നുണ്ട്. അതനുസരിച്ച് കഴിയുമെങ്കിലും ഒന്നും നടന്നില്ല. ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യം കുമിഞ്ഞുകൂടി ടണലിൽ വെള്ളമൊഴുക്ക് നിലയ്ക്കുമ്പോഴാണ് തമ്പാനൂർ വെള്ളത്തിന് അടിയിലാകുന്നത് എന്നത് തിരുവനന്തപുരം നഗരവാസികൾക്ക് മുഴുവനും അറിയാം. മഴക്കാല പൂർവ്വ ശുചീകരണ യജ്ഞത്തിന് മുന്നോടിയായി മന്ത്രിയുടെ അധ്യക്ഷതയിൽ വിളിച്ചുകൂട്ടുന്ന യോഗത്തിൽ റെയിൽവേ അധികൃതർ പങ്കെടുക്കാറുണ്ട്. പക്ഷെ തോട് വൃത്തിയാക്കൽ നടക്കാറില്ല എന്നാണ് മറ്റൊരു ആരോപണം. പലപ്പോഴും തീരുമാനമെടുക്കാൻ അധികാരമില്ലാത്ത ഉദ്യോഗസ്ഥരാകും യോഗത്തിന് എത്തുക എന്ന ആക്ഷേപവുമുണ്ട്. ഞങ്ങൾ മുകളിൽ അറിയിക്കാം എന്നാകുമത്രേ ഇവരുടെ മറുപടി. കഴിഞ്ഞ കുറെ കാലമായി ഇതാണ് പതിവ് എന്ന് കോർപ്പറേഷൻ പറയുന്നു. ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് പലതവണ കോർപ്പറേഷൻ ഉൾപ്പെടെ നിർദ്ദേശിച്ചുവെങ്കിലും അനക്കമുണ്ടായില്ല എന്നാണ് റെയിൽവേക്കെതിരെ പറയുന്നത്. തമ്പാനൂരിലെ വെള്ളപ്പൊക്കം ചർച്ച ചെയ്യുന്ന യോഗങ്ങളിൽ ജലവിഭവ വകുപ്പും കോർപ്പറേഷനും വൃത്തിയാക്കലിന് സന്നദ്ധത പ്രകടിപ്പിച്ചുവെങ്കിലും റെയിൽവേ സമ്മതിച്ചിട്ടില്ല എന്നാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ മറ്റൊരു ആരോപണം. പലതവണ റെയിൽവേക്ക് കത്ത് നൽകിയെന്നായിരുന്നു മേയർ ആര്യ രാജേന്ദ്രൻ ആവർത്തിച്ചത്. റെയിൽവേക്ക് മേൽ നടപടിയെടുക്കാനും ടണൽ വൃത്തിയാക്കി ജലമൊഴുക്ക് സുഗമമാക്കാനും സംസ്ഥാന ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ സാധിക്കും. നഗരസഭയും റെയിൽവേയും തമ്മിലുള്ള ശീതസമരം തുടരുമ്പോൾ ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് നടപടിയെടുക്കാൻ ചീഫ് സെക്രട്ടറി തയ്യാറായില്ല. കത്തുകൾ പലതവണ നൽകി, പക്ഷേ റെയിൽവേ അനങ്ങിയില്ല എന്നാണ് പറയുന്നത്. ദുരന്ത നിവാരണ നിയമം അനുസരിച്ച് നടപടിയെടുക്കാത്തത് വീഴ്ചയാണ് എന്ന് ഓപ്പറേഷൻ അനന്തയ്ക്ക് നേതൃത്വം കൊടുത്ത അന്നത്തെ ചീഫ് സെക്രട്ടറി ജിജി തോംസണും പറയുന്നു. എന്തായാലും ഒരു ജീവൻ പൊലിഞ്ഞു. ഇനിയും അങ്ങനെയുള്ള അപകടങ്ങൾ, ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.